പ്ലാനിംഗ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ദയ പാലിയേറ്റീവ് കെയർ ആഭിമുഖ്യത്തിൽ മുനമ്പം ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ ഉദ്ഘാടനം നിർവഹിച്ച ദയ പാലിയേറ്റീവ് പ്രസിഡന്റ് നൌഷാദ് കാത്തോളി അധ്യക്ഷനായിരുന്നു. ആന്റി ഡ്രഗ്സ് എറണാകുളം ജില്ലാ സെക്രട്ടറി ജോബി തോമസ് ക്ലാസുകൾ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സ് ഷെന്നി ഫ്രാൻസിസ് ആശംസാ പ്രസംഗം നടത്തി. ഈ 4 വാർഡിൽ ഞങ്ങൾക്ക് നമ്മുടെ 4 വാർഡ് എടുത്തു രോഗികളും അതുപോലെ തന്നെ ക്യാൻസർ രോഗികളും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഈ പള്ളിക്ക് ഇറങ്ങാൻ പറ്റിയപ്പോഴും നമുക്ക് നമ്മുടെ രോഗികളെ പോലും നമുക്ക് നേരത്തെ ഇപ്പൊ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളെ കഷ്ടു കൊടുക്കാനും പിന്നെ കുറേ സാധനങ്ങൾ വാർത്തകൾ പിന്നെ ഓക്സിജൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ ആരെല്ലാം പയ്യെ തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ ആശാവർക്കന്മാരെ അവരൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ കൂടി അവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും. പള്ളിപ്പുറം കേന്ദ്രീകരിച്ച് ഇപ്പോഴത്തെ ഒരു തരത്തിലുള്ള ഒരു പാലിയേറ്റീവ് സെന്റർ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിട്ട് 2 വർഷത്തോളമാണ്. അങ്ങനെ അത് പല മീറ്റിങ്ങുകളും നമ്മളതിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് നമ്മുടെ ടോപ്പിലെത്തിയപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്ന് 2-3 മീറ്റിങ്ങുകൾ നടത്തി. എന്നിട്ട് നമ്മളത് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ഒരു ഏകദേശം 3-4 മാസത്തിനുള്ളിൽ വളരെ ഊർജ്ജസ്വലമായ കുറേയേറെ സഹായത്തിലേക്ക് വരികയും നമ്മുടെ ആ ഒരു ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിന് എല്ലാവർക്കും കഴിയുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കും. അപ്പം ആദ്യമായി ഈ ട്രെയിനിൽ പോയി ഇത്തരത്തിലുള്ള ആ ഒരു സേവനരായി അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച എല്ലാ സഹോദരന്മാരെയും ഞാൻ മുട്ടാണ് പ്രശംസിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അനുഭവം. നിങ്ങൾക്കറിയാം, നമുക്ക് ചുറ്റും വേദനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പല രോഗങ്ങളാണ്. പലപ്പോഴും കുടുംബത്തിൽ സൗകര്യങ്ങളും സാമ്പത്തികവും ഉണ്ടാകാനും പലപ്പോഴും ശരിയായ ചികിത്സയോ ശരിയായ പരിചരണമോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ നമുക്ക് ഒരു സാന്ത്വനമല്ല. ഈ ദയ എന്ന നമ്മുടെ ഈ വാക്കിന്റെ അർത്ഥം നമ്മുടെ കാലം അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ആ ഒരു ദയാഭാവം അത് നമുക്ക് കാണിക്കാൻ നമ്മുടെ ഈ സഹോദരിമാർക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞ് സംഘടിപ്പിക്കുക. അത് നമ്മുടെ നാട്ടിലെല്ലാവരെയും നമുക്ക് പരിശീലിക്കാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയാൻ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു സാന്ത്വന ചികിത്സാ സംരംഭമാണ്. അതിലേക്ക് എല്ലാവർക്കും കഴിയേണ്ടതെന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. കൂടാതെ ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ വളരെ ആലോചിച്ച് ഈ പ്രവർത്തനം നടപടികൾ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാവരും ഓരോരുത്തരും സർവാത്മ തയ്യാറായി വന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കണമെന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും സമയമൊക്കെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവരും
സോമന്റെ ബർത്ത്ഡേ. എൻ്റെ തല കൊണ്ട് മലയാളത്തിൽ സ്വന്തം പേരെഴുതി. നിങ്ങൾ ചില മക്കൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാതെ എന്താ നമുക്ക് നോക്കാം. കണ്ണ് തുറക്കരുത്, തല കൊണ്ട് എഴുതുക, കണ്ണ് തുറക്കരുത്. കണ്ണ് തുറക്കുകയാണെങ്കിൽ ശരി പറയാതെ തുറക്കരുത്. ഇനി നിങ്ങളുടെ വലത്ത് കൈകൊണ്ട് വടക്കോട്ട് കഴിക്കുകയും കണ്ണു തുറക്കരുത്. കണ്ണു തുറക്കുന്നതാണ് ചെയ്തിരിക്കും. പാട്ട് പാടണം. നിങ്ങൾ വടക്കോട്ട് കഴിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വടക്ക് ചിലർ മേപ്പോട്ട് ചൂട്ടി, ചിലർ കിഴക്കോട്ട് ചൂട്ടി, തെക്കോട്ട് ചൂട്ടി, വടക്കോട്ട് ചൂട്ടി, പടിഞ്ഞാട്ട് ചൂട്ടി, എല്ലാവരും കൈ കണ്ണു ഇരിക്കട്ടെ. എല്ലാവരും ഇരുന്നോളൂ. ചില ആളുകൾ വടക്കോട്ട് ചൂട്ടി, ചില ആളുകൾ തെക്കോട്ട് ചൂട്ടി, ചില ആളുകൾ മേപ്പോട്ട് ചൂട്ടി. കുട്ടികൾ ശ്രദ്ധിക്കാട്ടോ, മക്കൾ ശ്രദ്ധിക്കുക. ആ ചിത്രം കണ്ടോ? ഒരു ജിറാഫ് കടലിലിറങ്ങി നിൽക്കേ. ജിറാഫ് കൂട്ടുകാരുടെ വൈകി നിങ്ങൾ ജിറാഫ് വെള്ളത്തിലാ. ജിറാഫ് നിൽക്കുന്ന അതേ വെള്ളത്തിൽ ആ കൂടെയുള്ളവരൊക്കെ പോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് പറ്റും. ഓക്കെ, 2000 ശേഷം ജനിച്ച മക്കളെ ശാസ്ത്രം പറഞ്ഞ പേരെന്താണ്? 2000 ശേഷം ജനിച്ച മക്കളെ ശാസ്ത്രം പറയുന്ന പേരെന്താണ്? കുട്ടികളുടെ അമ്മമാർ കൈപൊക്കിയ മക്കളുള്ളവർ 24 വയസ്സിൽ താഴെയുള്ള മക്കളുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയ 24 വയസ്സിൽ താഴെ, അതായത് 2000 ശേഷം മക്കളുണ്ടായവര് മാത്രം. 2000 ശേഷം ജനിച്ച മക്കൾ എന്താ പറയുന്നത്? ആ എഴുന്നേറ്റ് നല്ല ക്ലാപ്പ് കൊടുത്ത് മൗഢ്യമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല. മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വളർന്നവരാണ്. ഈ കുട്ടികൾ വളരല്ല, വളർത്തിയെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട, മാതാപിതാക്കൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, മാതാപിതാക്കളോട് നിങ്ങൾ സംവദിക്കുന്നത് 80% വാക്കുകളിലൂടെ ആയിരുന്നു. എന്താണ് ചേച്ചി പേര്? സീന. ഞാൻ ചോദിച്ചു പേരെന്താണ്? എന്നാൽ പുതിയ ജനറേഷൻ, അവരുടെ ഭാവി, അവരുടെ സക്സസ് 80% ശരീരഭാഷയാണ്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിലാണ്. ആദ്യം സർക്കാർ പറഞ്ഞ അധ്യാപകർ, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ആദ്യം കൊടുക്കുന്നത്
186 ശരീരഭാഷകളുണ്ട്. 186 ശരീരഭാഷയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ മിനിമം 8 ദിവസം പിടിക്കും. ഈ ചെറിയ സമയത്ത് നമുക്ക് 4-5, കാരണം നമ്മുടെ മക്കളുടെ ഭാവി നാളെ ഈ പാലിയേറ്റീവ് കെയർ നൗഷാദ് സാറൊക്കെ കൊണ്ടുനടക്കുന്ന പോലെ ഈ പാലിയേറ്റീവ് കെയർ ഒക്കെ ഇവരാണ് നയിക്കേണ്ടത്. ഇപ്പൊ മാഡം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, നാളെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, ഡോക്ടർ ഒക്കെ ആവേണ്ടത് ഈ കുട്ടികളാണ്. അപ്പൊ അവരെ കൃത്യമായി വഴി കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുട്ടിയും വഴിതെറ്റി പോകുന്നില്ല. എനിക്ക് 436 മക്കൾ എനിക്കുണ്ട്. എന്റെ ഇളയ മോൾക്ക് 8 ആഴ്ചയായിട്ടുള്ളൂ. എന്റെ ആ മോൾ എനിക്ക് ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ ഒരു വേശ്യാവൃത്തി തൊഴിലാക്കിയ ഒരു സഹോദരി പ്രസവിച്ചിട്ട് പോയതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞുങ്ങളെ ദിശ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുട്ടിയെ വഴിതെറ്റി പോകുന്നില്ല. ഒരു കുട്ടി വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോ, ആ വഴി കാണിച്ച ആളുകൾക്കാണ് തെറ്റ് സംഭവിച്ചത്. ലോകത്തൊരാളും വഴിതെറ്റി പോകുന്നില്ല. അവിടെയൊക്കെ തെറ്റ് സംഭവിക്കുന്നത് വഴി കാണിക്കുന്ന ആളുകൾക്കാണ്. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നത്തെ നമ്മൾ ഉളയിലെന്ന് ഉള്ളണം. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ 80% അവരുടെ ഭാവി, അവരുടെ സക്സസ് ശരീരഭാഷയാണ്. ഒന്നാമത്തെ ശരീരഭാഷയെ ഒക്കുലസിസ് എന്ന് പറയും, OCULASICS, മലയാളത്തിൽ നയന ഭാഷ. നിങ്ങളുടെ മകനും മകളും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മകനും മകളും സിനിമ ടാക്കീസിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മകനും മകളും കല്യാണ വീട്ടിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മകനും മകളും ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോൾ, ഒരാൾ നിങ്ങളുടെ മകനെയും മകളെയും നോക്കിയാൽ അത് പ്ലസ് ആണോ അത് മൈനസ് ആണോ എന്ന് വേർതിരിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പ്രാപ്തമാക്കണം. ഒന്നാമത്തെ ശരീരഭാഷയാണ് നയനഭാഷ. രണ്ടാമത്തെ ശരീരഭാഷ ഹാപ്റ്റിക്സ് എന്ന് പറയും, HAPTICS, ഹാപ്റ്റിക്സ്. എന്താ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ നമ്മുടെ മേത്ത് സ്പർശിച്ചുള്ള വിനിമയം. ഷൈക്കാൻഡ്, തലോടൽ, ടച്ച്, ആലിംഗനൊക്കെ അതിൽ വരും. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ സിനിമ ടാക്കീസിൽ പോകുമ്പോൾ, കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഒരാൾ മേത്ത് സ്പർശിച്ചാൽ അത് ബാഡ് ടച്ച് ആണോ അത് ഗുഡ് ടച്ച് ആണോ നല്ല ചെയ്യാൻ പഠിപ്പിക്കണം. അത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ കേരളത്തിൽ പുതിയ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.